Hotel Joyce Palace Focus. This program is sponsored by Happy Land Water Theme Park Thiruvananthapuram, Regent Lake Palace Hotel, Neendakara, Kollam, Kerala. Periyar Rice, Samson and Sons, Builders and Developers, Trivandrum. Feltron, the future is on. Greeting Al Madina Group, door to freshness. നമസ്കാരം, എല്ലാ മണിപ്രേക്ഷകർക്കും ഫോക്കസിന് മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായി സാംസങ് ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു അടിപൊളി ഗെയിം ഷോ. സലാം, നമസ്തേ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാംസങ് ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന പാർപ്പിടം സെഗ്മെന്റിലേക്ക് ഹാർദമായ സ്വാഗതം. കുറെ തരുണീമണികളായ സ്ത്രീകളും സ്ത്രീജനങ്ങളോടൊപ്പം ഒരു ശ്രീകൃഷ്ണനും അവതരിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഗെയിം ഷോയിൽ. നമുക്ക് ആദ്യം ശ്രീകൃഷ്ണനെ തന്നെ പരിചയപ്പെടാം. ശ്രീകൃഷ്ണന്റെ പേരെന്താണ്? ശ്രീഹരി. ഒപ്പം ശ്രീഹരിയുടെ കൂടെയുള്ള ബാക്കിയുള്ള തരുണീമണികളെ നമുക്ക് പരിചയപ്പെടാം. പേരെന്താണ്? അഞ്ജു. അഞ്ജു, എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നു. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ടാക്സി ഡ്രൈവേഴ്സ് സൊസൈറ്റി. അപ്പം വണ്ടി ഓടിക്കുകയാണോ ചെയ്യുന്നത്? ഇല്ല, അവിടെ ബാങ്കിൽ വർക്ക് ചെയ്യുക. അവിടെ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ഇപ്പൊ ഈ സ്ത്രീകളുടെ ഷീ ടാക്സി ഒക്കെ വന്നിട്ടുണ്ടല്ലോ, സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച് ഇറങ്ങിയ ടാക്സി. അപ്പൊ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആണോ അങ്ങനെയുള്ള ടാക്സിയിൽ യാത്ര ചെയ്യാൻ വേണ്ടി? അതിനെപ്പറ്റി അറിയത്തില്ല. ഓക്കെ, അങ്ങനെ ടാക്സി വന്നാലും കയറത്തില്ല, ഓട്ടോയിലേ പോകത്തുള്ളൂ. ഷീ ഓട്ടോയിലാണോ സഞ്ചരിക്കാൻ വേണ്ടി കൂടുതൽ താല്പര്യം? അല്ല, ബസ്സിലാണ്. പേരെന്താണ്? ഹരിത. ഓക്കെ, ഇതെന്താ ഈ നീല കളർ ഇട്ടേക്കുന്നത്? നീലയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. പേരെന്താണ്? ശരണ്യ. ശരണ്യ എന്ത് ചെയ്യുന്നു? പ്ലസ് ടുന് പഠിക്കുന്നു. പേരെന്താണ്? ഷഹാന എന്ത് ചെയ്യുന്നു? പ്ലസ് ടുന് പഠിക്കുന്നു. രേഷ്മ എന്ത് ചെയ്യുന്നു? പ്ലസ് ടു. എല്ലാവർക്കും സ്വന്തമായിട്ട് വീടുള്ളതാണോ? സാംസങ് ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന പാർപ്പിടം സെഗ്മെന്റിൽ ചോദ്യം എന്ന് പറയുന്നത്, നമ്മളൊരു വീട് ആദ്യമായി നിർമ്മിക്കുമ്പോൾ അതില് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ പല കാര്യങ്ങളുണ്ടല്ലോ, വാസ്തുവുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ നോക്കിയിട്ട് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? എന്താണ്? സ്വർണം. വീട് പണിയുമ്പോ ആദ്യം സംഭവം ഇടല്ലോ. അങ്ങനെ എവിടെ ഇടണം? കല്ലിടുമ്പോൾ സ്വർണ്ണം ഇടുമല്ലോ. കല്ലാണോ ഇടുന്നത്? സ്വർണ്ണം അല്ല, രണ്ടും ഇടും. ഓക്കെ, ഹരിത പറഞ്ഞേക്കുന്നത് സ്വർണ്ണം എന്നാണ്. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഇല്ല. സ്വർണം. എന്തുകൊണ്ടാണ് സ്വർണം? സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സ്വർണം. ഓക്കെ, ഇന്ന് പൊന്നിന് തീ വിലയാണ്. പക്ഷെ ഈ തീ വിലയ്ക്കകത്തും ഇവർക്ക് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. കാരണം വീട് പണിയുമ്പോൾ എന്തായാലും സ്വർണം കൊണ്ട് തന്നെ കളിക്കും. കാരണം വീട് പണി അത്രയ്ക്ക് ഇതായത് കൊണ്ടാണ് നമ്മൾ സ്വർണം ആദ്യമേ ഇടുന്നത്. പിന്നെന്താണ്? ഓർക്ക് പറയൂ. അറിഞ്ഞൂടാ. പിന്നെ ഇതെങ്ങനെ? ആര് പറഞ്ഞത്? സ്വർണം എന്ന് പറഞ്ഞ ആരാ? വീട്ടുകാരിങ്ങനെ ചെയ്യുന്നതറിയാം. വീട്ടുകാരിങ്ങനെ ഈ ഹരിത എന്ന് പറഞ്ഞ കുട്ടിയുടെ ഐശ്വര്യം വരാൻ വേണ്ടി ഈ കുട്ടിയുടെ വീട്ടുകാർ ദിവസവും സ്വർണ്ണം ഇട്ടുകൊണ്ടിരിക്കും വീട്ടില്. അങ്ങനെയാണോ? തറക്കല്ലിടുന്ന ആ സമയത്ത് ഇടുന്നതാണ്. സ്വർണ്ണം ഇടും. എത്ര കിലോയാണ് സ്വർണ്ണം ഇടുന്നത്? കിലോ ഒന്നുമില്ല, ഗ്രാമായിരിക്കും ഇടുന്നത്. എത്ര ഗ്രാം അറിയത്തില്ല. സാംസങ് ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന പാർപ്പിടം സെഗ്മെന്റിൽ നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ ആദ്യം എന്താണ് ഉപയോഗിക്കുന്ന ലോഹം എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഹരിതയാണ്. ഹരിതയുടെ വീട് നിർമ്മിച്ചപ്പോൾ തന്നെ ഹരിതയ്ക്ക് വ്യക്തമായിട്ടുള്ള ഒരു അടിസ്ഥാനം ഉണ്ടായിരുന്നു. ആ അടിസ്ഥാനത്തിന് വേണ്ടി തറക്കല്ലിട്ടപ്പോൾ തന്നെ 1 ഗ്രാമിന്റെയോ 2 ഗ്രാമിന്റെയോ സ്വർണം ഇട്ടു എന്നാണ് ഹരിത പറഞ്ഞിരിക്കുന്നത്. സോ ഹരിതയ്ക്ക് ഒരു സമ്മാനമുണ്ട്. നല്ലൊരു കൈഡി കൊടുക്കുക ഹരിതയ്ക്ക്. ഇനി അവസാനിച്ചില്ല, കാരണം നമ്മൾ ഒരു ചാൻസ് കൂടി നിങ്ങളിലുള്ളവർക്ക് തരാം. ആ ചാൻസ് ഇതാണ്. ബാക്കി ആരും ഹെൽപ്പ് ചെയ്യേണ്ട, അറിയുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. കാരണം കേരളത്തിന്റെ മന്ത്രിമാരെ നമ്മൾ എപ്പോഴും ടെലിവിഷനിൽ കാണുന്നതാണ്. രാത്രിയുള്ള ചർച്ചയ്ക്കോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊതുപരിപാടിക്കോ ഒക്കെ മന്ത്രിമാരെത്തും. അപ്പൊ മന്ത്രിമാരുടെ പേരൊക്കെ ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയുടെ പേരാണ് ചോദിക്കാൻ പോകുന്നത്. കേരളത്തിന്റെ റവന്യൂ മിനിസ്റ്റർ ആരാണ്? ഇല്ല. കേരളത്തിൽ റവന്യൂ മിനിസ്റ്റർ ഇല്ല എന്നാണ് പറയുന്നത്. അറിയില്ല. കെ എം മാണി. ഓക്കെ, ഇവിടെ ഇല്ല. കേരളത്തിന്റെ റവന്യൂ മിനിസ്റ്റർ ഒരു ഉത്തരം പറഞ്ഞു. വേറെ എന്തെങ്കിലും സജഷൻ? കേരള മുഖ്യമന്ത്രി ആരാണ്? ഉമ്മൻചാണ്ടി. വേറെ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇവിടെ എന്താ പറഞ്ഞ? കെ എം മാണി എന്നുള്ളൊരു ഉത്തരം. കേരള നിയമസഭയിൽ ബഡ്ജറ്റ് പാസ്സാക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന കെ എം മാണി സാറാണ് റവന്യൂ മിനിസ്റ്ററായി അഞ്ജു അവതരിപ്പിച്ചത്. പക്ഷേ ഉത്തരം തെറ്റായിരിക്കുന്നു. അടൂർ പ്രകാശ് സാറാണ് കേരളത്തിന്റെ റവന്യൂ മിനിസ്റ്റർ. കെ എം മാണി ധനകാര്യ വകുപ്പാണ്. എങ്കിലും നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഒക്കെ നന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ വീട് പണി ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു വീടിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം എന്താണ്? നല്ല വീടായിരിക്കണം.
ഇവിടെ നല്ല വീടായിരിക്കും. എന്തെങ്കിലും ക്വാളിറ്റി വേണോ വീടിന്? ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഗ്രാമീണത നിലനിർത്തുന്ന ഒരു വീടായിരിക്കണം. ഗ്രാമീണത നിലനിർത്തുന്ന വീടായിരിക്കണം. ഇവിടെ സെയിം ഗ്രാമീണത നിലനിർത്തുന്ന വീടായിരിക്കണം. നൈബേഴ്സ് ഒക്കെ നന്നായിരിക്കണം. എങ്ങനെയാണ്? നൈബേഴ്സ് നന്നായിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ തനതായ ട്രഡീഷണൽ ആയിട്ടുള്ള വീട് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള വീടുകൾ, ഫ്ളാറ്റുകൾ ഒക്കെ ഇവർക്ക് ഇഷ്ടമാണ്. ഒപ്പം ഗ്രാമീണത നിലനിർത്തണം, തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർ ഒക്കെ നന്നായിരിക്കണം. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുന്ന സാംസൺ ആൻഡ് സൺസിന്റെ ഒരുപാട് വില്ലാസ് പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ഒപ്പം ഈ സാംസൺ ആൻഡ് സൺസിന്റെ പാർപ്പിടം ഈ സെഗ്മെന്റിൽ വിജയിച്ച ഇവർക്കുള്ള സമ്മാനങ്ങൾ നൽകാനുള്ള സമയമാണ്. കൃത്യമായ ഉത്തരം പറഞ്ഞ ഹരിതയ്ക്ക് സമ്മാനമായി കിട്ടുന്നത് പെരിയാർ റൈസിന്റെ സമ്മാനം. ഒപ്പം പാലക്കാട് ജുവൽസ് സമ്മാനം കിട്ടുന്നത് എന്തായാലും നമ്മുടെ വനിതാ ടാക്സി അതുപോലെ തന്നെ കയറിയില്ല എന്നുണ്ടെങ്കിലും വനിതാ ഹോട്ടലിൽ കയറിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഉത്തരം തെറ്റിച്ചാലും ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൂ. ഒപ്പം മറ്റൊരു സമ്മാനം ഹരിതയ്ക്ക് സംതൃപ്തി നൽകുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ. ഫോക്കസിന്റെ പാർപ്പിടത്തെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കാണാം. ടിൽ ദെൻ ബൈ. ഇന്നത്തെ ഹെൽപ്പ് പ്ലസ് നമ്മൾക്കായി അവതരിപ്പിക്കുന്നു ദുബായിലെ കോസ്മോപൊളിറ്റൻ മെഡിക്കൽ സെന്റർ. നമസ്കാരം. ഞാനിന്ന് ഹോമിയോപ്പതിയെ പറ്റി ജനങ്ങളുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പൊതുവെ ജനങ്ങളുടെ ഇടയിൽ ഹോമിയോപ്പതി വളരെ സ്ലോലി ആക്ടിങ് ആയ ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ എന്നാണ് ഒരു തെറ്റിദ്ധാരണ ഉള്ളത്. പക്ഷെ അത് എല്ലാ കേസിലും അങ്ങനെയല്ല. ഇപ്പോൾ അക്യൂട്ടായിട്ടുള്ള വരുന്ന അസുഖങ്ങളിലാണെങ്കിൽ പനി അല്ലെങ്കിൽ ചുമ, കഫക്കെട്ട്, ഛർദി അങ്ങനെയുള്ള അസുഖങ്ങളിൽ ഹോമിയോപ്പതി വളരെ ഫലപ്രദമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. പക്ഷേ ക്രോണിക് ആയിട്ടുള്ള, അതായത് അസ്തമ, അലർജി അല്ലെങ്കിൽ സ്കിൻ സംബന്ധമായ അസുഖങ്ങൾ, ആ അസുഖത്തിൻ്റെതായ പഴക്കം കൊണ്ട് തന്നെ അത്രയും സമയം ഒരുപക്ഷെ എടുത്തേക്കാം. ഹോമിയോപ്പതി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആഹാരത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വേണ്ടി വരുമെന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയൊന്നുമില്ല. അതും ഈ പറഞ്ഞ പോലെ ഒരു അസുഖത്തിൻ്റെതായ രീതിയിലുള്ള, അസുഖത്തിന് കഴിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ അസുഖങ്ങൾക്കും ഒരുപോലെ തന്നെ ഡയറ്റിക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ പൊതുവെ ഹോമിയോപ്പതിക് മെഡിസിൻസ് കഴിക്കുമ്പോൾ കോഫി കഴിക്കാൻ പാടില്ല എന്ന് പറയും. അത് കോഫി ഒരു സ്റ്റിമുലൻ്റ് ആയതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറയും. അതല്ലാതെ പിന്നെ ടോൺസിലൈറ്റിസ് അങ്ങനെ പോലുള്ള അസുഖങ്ങളിൽ തണുപ്പ് അവോയ്ഡ് ചെയ്യാൻ പറയും. അങ്ങനെ വളരെ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് മാത്രമേ വരാറുള്ളൂ. അതുപോലെ ഹോമിയോപ്പതിക് മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലോപ്പതി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല. കാര്യം പല പേഷ്യൻസും ഡയബറ്റിക് ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ പ്രഷറുള്ള ആൾക്കാർ വർഷങ്ങളായി ചിലപ്പം മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊന്നും പെട്ടെന്ന് തന്നെ നിർത്താൻ പറ്റുന്ന ഒരു ഇതായിരിക്കില്ല. അപ്പം അതെല്ലാം ഗ്രാജുവലി, അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിൽ ക്രോണിക് ആയിട്ട് ആർത്രൈറ്റിസ് അങ്ങനെയുള്ള ഇഷ്യൂസ് വല്ലതും ഉണ്ടെങ്കിൽ ഹോമിയോപ്പതിക് മെഡിസിൻസ് അതിനോടൊപ്പം ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാവുന്നതല്ല. അടുത്തതായിട്ട് വേറെ ഒരു തെറ്റിദ്ധാരണ ഉള്ളതെന്ന് വെച്ചാൽ ഹോമിയോപ്പതിക് മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യമെല്ലാം അസുഖങ്ങളെല്ലാം പെട്ടെന്ന് വളരെ കൂടി വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയുമല്ല. അതെല്ലാം ഓരോ അസുഖത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം അസ്തമ ഉള്ള ഒരു പേഷ്യൻ്റ് വളരെ കാലം കൊണ്ട് തന്നെ അസ്തമയുള്ള ഒരാൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ആ അലോപ്പതിക് മെഡിസിൻസ് എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ അസുഖം ചിലപ്പോൾ ഒന്ന് അഗ്രവേറ്റ് ചെയ്ത് വരാം. അതല്ല, ചില കണ്ടീഷൻസിൽ, ചില സ്കിൻ കണ്ടീഷൻസിൽ ഹോമിയോപ്പതിക് മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ ചെറുതായിട്ടൊരു അഗ്രവേഷൻ ഓഫ് സിംറ്റംസ് വരും. അത് ആദ്യം തന്നെ രോഗിയോട് പറഞ്ഞ് ഇങ്ങനെ വന്നേക്കാം എന്നുള്ളത് പറയാം. അപ്പോൾ അത് രോഗിയിൽ ആ ഒരു സിസ്റ്റത്തിനോടൊരു വിശ്വാസവും എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ആദ്യമേ ഒരു സിംറ്റംസ് ഇങ്ങനെ വേഴ്സായി വരുമ്പോൾ പേഷ്യൻ്റ് പെട്ടെന്ന് ഇതെല്ലാം കൂടിയെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് അതുപോലെ അപ്പോഴേ നിർത്തേണ്ട ഒരു അവസ്ഥ വരും. പിന്നെ കുട്ടികൾക്ക് മാത്രമേ ഹോമിയോപ്പതി ഉപയോഗിക്കാൻ ഫലപ്രദമാവുള്ളൂ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഹോമിയോപ്പതി കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും അങ്ങനെ എല്ലാ അസുഖങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയ സേഫായ ഒരു സിസ്റ്റം തന്നെയാണ്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഹോമിയോപ്പതി പാടില്ല, ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതുണ്ട്. ഹോമിയോപ്പതിക് മെഡിസിൻസ് വളരെ മധുരമുള്ള പിൽസ് ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് കൂടും എന്നുള്ള ഉത്കണ്ഠയൊക്കെ ചില ആൾക്കാർക്കുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിന് ഹോമിയോപ്പതിക് മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് ഡയബറ്റീസ് കൂടത്തൊന്നുമില്ല. കാര്യം വളരെ 1-2 പിൽസ് ആയിരിക്കും ഒരു ദിവസം ഒരു പക്ഷേ ഉപയോഗിക്കുന്നത്. അത് ഈവൻ ഒരു 1/4 സ്പൂണിൽ പോലും താഴെയുള്ള പഞ്ചസാരയുടെ അംശം അത്ര പോലും ഉണ്ടാവില്ല. ഇപ്പോഴാണെങ്കിൽ ടാബ്ലറ്റ് ഫോമിലും ഡ്രോപ്സ് ഫോമിലെല്ലാം വരുന്നുണ്ട്. അപ്പം ക്രോണിക് ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പേഷ്യൻസിന് ടാബ്ലറ്റ് ഫോമിലും ഡ്രോപ്സ് ഫോമിലൊക്കെ മെഡിസിൻസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെയാണ് സാധാരണ ജനങ്ങളുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണ. ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കാൻ പാടില്ല, കുട്ടികൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
പിന്നെ ഒരുപാട് ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇത് പേഷ്യൻസ് ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ മടിക്കും. പിന്നെ വളരെ സ്ലോ ആണെന്നുള്ളത്. അപ്പോൾ വൺസ് അത് ഉപയോഗിച്ച് തുടങ്ങി കഴിയുമ്പോൾ മനസ്സിലാവും അത് എത്രത്തോളം. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് തെറ്റിദ്ധാരണയുള്ള പേഷ്യൻസ് മുന്നേ ഒക്കെ വരുമ്പോൾ പനി വരുമ്പോൾ വേറെ കാണിക്കണമെന്നുള്ള ഒരു ആങ്സൈറ്റിയിൽ വരും. അപ്പം നമ്മളിത് ഉപയോഗിച്ച് നോക്കും. അതങ്ങനെ ഉപയോഗിച്ച് അവരതന്നെ അത് മനസ്സിലാക്കുമ്പോൾ അവർക്കത് പിന്നെ പേഷ്യൻസിന് അതിലോട് വളരെ ഒരു വിശ്വാസം വരും. അക്യൂട്ട് സ്റ്റേജിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണെന്നുള്ളത്. പിന്നെ എസ്പെഷ്യലി കുട്ടികൾക്ക് വളരെ അടിക്കടി പനിയൊക്കെ വരുന്ന കുട്ടികൾക്ക് വൺസ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുകയും പിന്നെ അധിക വളരെ ലോങ് ടൈമിലേക്ക് വേറെ മരുന്നൊന്നും ഉപയോഗിക്കേണ്ടി വരാതിരിക്കുകയും അസുഖങ്ങളൊക്കെ വളരെ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയും വരാറുണ്ട്. ഇവിടെ പൊതുവെ കാണുന്നത് പാരൻസ്, ദുബായിലെ പാരൻസ് ഇപ്പോൾ കുട്ടികൾ വളരെ റിക്കറൻറ്റ് കംപ്ലയിൻസ് ഒക്കെ വരുന്നത് കാരണം ഹോമിയോപ്പതി ടു മച്ച് മറ്റുള്ള ആൻറ്റിബയോട്ടിക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് ഹോമിയോപ്പതി ചൂസ് ചെയ്യുന്നുണ്ട്. വെൽക്കം ടു റിച്ച് ആൻഡ് ലേക്ക് പാലസ് ഹോട്ടൽ. You're here at the Regent Lake Village on the Ashtamuri Lake on the island. So all of you come and enjoy this nature's beauty. Regent Lake Palace Hotel, Neendakara, Kollam, Kerala. Feltron, the future is on. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. നിങ്ങളുടെ മനസ്സും ശരീരവും ഉണർവുള്ളതാക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷം ഹോട്ടൽ ജോയ്സ് പാലസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ജോയ്സ് പാലസ്, ഹൈ ലക്ഷറി ബിസിനസ് ഹോട്ടൽ, TB റോഡ്, തൃശൂർ. ഒരു കിടിലം ഐറ്റവുമായി ദുബായിലെ ഹെയർ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ. നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ലൈറ്റ് ടച്ചപ്പ്, മേക്കപ്പ് ടച്ചപ്പ്. കാരണം ഇപ്പോൾ ലേഡീസ് എല്ലാവരും ഡെയിലി ഓഫീസിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും എല്ലാം ഒരു മിനിമം ഒരു ചെറിയൊരു പാർട്ടിക്ക് പോകുമ്പോഴും ഒരു ചെറിയൊരു ടച്ചപ്പ് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും അത്യാവശ്യമാണ്. അത് എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. കൺസീലർ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ നമുക്കിന്ന് മാർക്കറ്റിൽ ലഭിക്കും. ഓരോരുത്തരുടെ നിറത്തിനും സ്കിന്നിനും അനുസരിച്ചുള്ള ഷെയ്ഡ് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ റൂഷിൻ്റെ ഷെയ്ഡും എല്ലാം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്കൊരു മേക്കപ്പ് എങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഷെയ്ഡ്, ഒരു സ്കിന്നിന് ഒരു ഷെയ്ഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. എപ്പോഴും ചീക്കിൻ്റെ അവിടെ നമുക്ക് ഓരോ ഷെയ്ഡ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കൈകൾ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് എപ്പോഴും ഒരു സ്പോഞ്ച്, ഒരു പേഴ്സണൽ യൂസിന് നമ്മൾ ഒരു സ്പോഞ്ച് ഉപയോഗിക്കുന്നത് എപ്പോഴും നന്നാണ്. റൂഷും ഡിഫറൻറ്റ് ഷെയ്ഡ്സ് നമുക്ക് കിട്ടും. കൺസീലർ തന്നെ ആ ഷെയ്ഡിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റൂഷ് ഇടാം. ഇനി ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഒരു റൂഷിൻ്റെ ഷെയ്ഡാണ്. ആ റൂഷ് മാത്രം ഇടാം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിക്കാം. ജസ്റ്റ് ഫോർഹെഡ് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡ് നമുക്ക് ഉപയോഗിക്കാം. ഷെയ്ഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും അവിടെ പാച്ചസ് ഒന്നും നമ്മൾക്ക് കാണാൻ പാടില്ല. അതുപോലെ ചീക്ക് ബോൺസ്. ഇനി ജസ്റ്റ് നമുക്ക് ഒരു പൗഡർ, മാച്ചിങ് പൗഡറിലും ഒരു മാച്ചിങ് ഷെയ്ഡ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കണം. അതേ ഷെയ്ഡ്സ് തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കണം. ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡ്സും എല്ലാം നമുക്ക് ഇപ്പോൾ സ്കിന്നിന് ചേർന്നിട്ട് ആ ഹൈലൈറ്റ് ഏരിയ നമുക്ക് ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാം. മേക്കപ്പ് ചെയ്യുമ്പോൾ നെക്കും എപ്പോഴും കവർ ചെയ്യാൻ നോക്കണം.
ഇതാണ് ഫൗണ്ടേഷൻ ഇട്ടു, നമ്മൾ കവർ ചെയ്തു. വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ലൈറ്റ് മേക്കപ്പ് എങ്ങനെ ചെയ്യേണ്ടത്, അതിൻ്റെ ഫൗണ്ടേഷനാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. ഇനി ആദ്യം ചെയ്യേണ്ടത് ഐബ്രോസാണ്. കണ്ണിൻ്റെ ആ ഒരു ഷെയ്ഡ്, കണ്ണിൻ്റെ ആ ഭംഗി എടുത്ത് കാണിക്കണമെങ്കിൽ കൺമഷി വളരെ നന്നായിരിക്കും. പല നിറത്തിലുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഉണ്ട്. നമുക്ക് നമ്മളുടെ ഡ്രസ്സിന് യോജിച്ച് അല്ലെങ്കിൽ നമ്മളുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ് ചെയ്യാം. ലിപ്സ്റ്റിക് ആദ്യം ലിപ്പ് നമുക്ക് ഷേപ്പ് ചെയ്യാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ തിൻ ലിപ്സ് ആണെങ്കിൽ നമുക്ക് കുറച്ചൊരു തിക്കാക്കി നമുക്ക് എടുക്കാൻ പറ്റും, കുറച്ചും കൂടി വലിപ്പം അനുസരിച്ച്. പക്ഷേ ഈ ലിപ്പ് നമുക്ക് ഒന്നും ചെയ്യേണ്ടത്, കാരണം വളരെ നോർമൽ ഒരു ലിപ്പാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്താൽ മതി. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി പുറത്ത് പോകുമ്പോഴും ഒരു ചെറിയ പാർട്ടിക്ക് പോകുമ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോഴും എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന ഒരു ഇതിൽ ഞാൻ ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടില്ല. കൺസീലർ മാത്രം ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടേ ഉള്ളൂ. അതിനുശേഷം പൗഡർ ഇട്ടു, പിന്നെ കണ്ണിൻ്റെ മേക്കപ്പ് എല്ലാം വളരെ ലൈറ്റായിട്ട് ഉപയോഗിച്ചു. പെട്ടെന്ന് ഒരു 4-5 മിനിറ്റ് കൊണ്ട് നമുക്കിത് അവസാനിക്കും. Feltron, the future is on. Dwaraka Vegetarian Restaurant, Sharjah. Friday and Saturday breakfast buffet. വെറും 19 ദിറംസ് മാത്രം. ഫോൺ 0657335995. മുടക്കുന്ന തുകയ്ക്ക് വ്യക്തമായ മൂല്യം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഷോപ്പിംഗിനായി ഗ്രീറ്റിംഗ് അൽ മദീന ഗ്രൂപ്പിന്റെ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഞാൻ തിരഞ്ഞെടുക്കുന്നത്. Greeting Al Madina Group, door to freshness. To the beat of our hearts, off that hustle. Homes no one wants to leave. Samson and Sons, builders and developers, Trivandrum. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഗീ റൈസ് റെസ്റ്റോറന്റ് കുക്കറി ഷോയുടെ ഇന്നത്തെ സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കുറേ എപ്പിസോഡുകളായിട്ട് നാടൻ വിഭവങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. കൂടുതലും നാടൻ വിഭവങ്ങളോട് ഏറെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ നാടനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത്. പിന്നെ അതേസമയം മറ്റു വിഭവങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. കാര്യം എന്ന് വെച്ചാൽ മലയാളിക്ക് എന്നും വ്യത്യസ്തമായ വിഭവങ്ങൾ കഴിക്കുക എന്നുള്ളത് എന്നും ഒരു ശീലമാണ്. അപ്പോൾ സൂപ്പ്, സലാഡ്സ് ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. കേക്ക്, പുഡിങ് എല്ലാം ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായില്ലേ. അപ്പോൾ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള സ്വാദിഷ്ടമായ ഒരു സൂപ്പ് തന്നെ കണ്ടുകളയാം, സീ ഫുഡ് സൂപ്പ്. അപ്പോൾ സീ ഫുഡ് സൂപ്പ് ഗീ റൈസ് റെസ്റ്റോറൻറ്റിലെ സുനിൽ മാസ്റ്റർ ഷെഫാണ് എന്നോടൊപ്പം ഉണ്ട്. നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഹായ് സുനിൽ,
സീ ഫുഡ് സൂപ്പ് അല്ലേ? സീ ഫുഡ് സൂപ്പ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ പാൻ ഇതിനാവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണ്? അതിനകത്ത് ക്രാബ് ഉണ്ട്, സ്ക്വിഡ്, പ്രോൺസ്, 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിവിടെ സീ ഫുഡ് സൂപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ ഓണിയൻ, ഗാർലിക്, ജിഞ്ചർ, ബട്ടർ, ടർമറിക് പൗഡർ, സാൾട്ട്, മൈദ, ഫ്രഷ് മിൽക്ക്, വാട്ടർ, പിന്നെ സീ ഫുഡ്സ്, ഞണ്ട്, കൂന്തല്, ചെമ്മീൻ. ഓക്കെ, അപ്പൊ സീ ഫുഡ് സൂപ്പ് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ചൂട് കെട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. അതിനുശേഷം നമുക്ക് അതിനകത്ത് കുറച്ച് വാട്ടർ ഒഴിക്കാം. ഓക്കെ, ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം മതി. നമുക്കിനി സീ ഫുഡ്സ് ആവശ്യത്തിനായിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ അതിന്റെ മഞ്ഞൾപ്പൊടി എപ്പോഴും നല്ലതാണ്. എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിലൊക്കെ അത് മാറും. പ്രത്യേകിച്ച് സീ ഫുഡ്സിന് ഇടുമ്പോൾ മഞ്ഞൾപ്പൊടി ഏറ്റവും ഉപകാരപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഇതില് പ്രോൺസ് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഡിവൈൻ ചെയ്യണം. അതുപോലെ അല്ലെങ്കിൽ അത് അല്ലേ വയറിനൊക്കെ ഉണ്ടാകും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ സാൾട്ട്, ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് ബോയിലായി കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു ബോളിലോട്ട് മാറ്റിയെടുക്കാം. സ്റ്റോക്കും വേറെ മാറ്റി വെക്കും. അല്ല, എല്ലാം കൂടി സ്റ്റോക്കോട് കൂടി നമുക്ക് ഇതൊരു ബോളിലോട്ട് മാറ്റി വെക്കാം. ഓക്കെ, ഈ സീ ഫുഡ് വേവിച്ച് വിത്ത് സ്റ്റോക്കോട് കൂടി ഒരു ബൗളിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചു. ഇനി എന്താ ചെയ്യുന്നത്? ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ ബട്ടർ, 1 ടീസ്പൂൺ ബട്ടർ. അതിനുശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഗാർലിക്, 1/4 ടീസ്പൂൺ ഗാർലിക്, ഒരു നുള്ള് ഇഞ്ചി, വളരെ കുറച്ച്. ഒനിയൻ 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഒനിയൻ. സോർട്ട് ആവണം അല്ലേ? ഇനി ഇതൊന്ന് സോർട്ട് ആയതിനു ശേഷം ഇത് തിക്ക് സൂപ്പാണോ അതോ ക്ലിയർ സൂപ്പാണോ? ഇത് തിക്ക് സൂപ്പാണ്. അപ്പൊ അതിനുള്ള ബാറ്റർ ആണ് ഇപ്പൊ നമ്മൾ റെഡി ആയിക്കോട്ടെ. ഏകദേശം ആയി. ഇനി നമുക്കിനി മൈദ, അത് 1 ടീസ്പൂൺ മൈദ ചേർത്ത് തിക്കാവാൻ വേണ്ടി നല്ല തിക്കായിട്ട് കഴിക്കാം. ഓക്കെ, ഇനി നമുക്ക് പാല് ഫ്രഷ് മിൽക്ക് ആണ്. ഇത് എത്ര വേണം? അതൊരു പകുതി മതിയാവും. ഇത് നല്ല ടൈറ്റായി. എല്ലാം വളരെ നാച്ചുറൽ ആയിട്ടാണ്. ഇതിനകത്ത് ഈ യെല്ലോ കളർ എന്ത് കാണുന്നുവോ ഇത് വെറും മഞ്ഞൾപ്പൊടിയുടെ കളർ മാത്രമാണ്. ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേർത്തിട്ടില്ല, കളർ ഒന്നും ചേർത്തിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. ഇനി ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും ഇത് ഭയങ്കര ടൈറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ സ്റ്റോക്കും സീ ഫുഡും കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്യും. ലാസ്റ്റ് ഫിനിഷിംഗ് ആയിട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഏകദേശം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനോട് സ്റ്റോക്ക്, ഈ സീ ഫുഡ് വിത്ത് സ്റ്റോക്ക് ഇതിനകത്തേക്ക് എന്തായിരുന്നു? ബട്ടർ, മൈദ, ഫ്രഷ് മിൽക്ക്, ജിഞ്ചർ, ഗാർലിക്, ഒനിയൻ എല്ലാം കൂടി മിക്സ് ചെയ്തുണ്ടാക്കിയ ബേസ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. ബട്ടറിന്റെ സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ഒരു ഇതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയായി. നല്ല കളർഫുൾ ആയിട്ടുള്ള. അപ്പോൾ നമ്മുടെ സീ ഫുഡ് സൂപ്പ് ഇവിടെ ലാസ്റ്റ് സ്റ്റേജിലാണ്. കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ ബട്ടർ ചേർക്കുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ ഒരു സൂപ്പ് ബൗളിലോട്ട് ആക്കിയതിന് ശേഷം അതിന്റെ മേലെ ഒരു ബട്ടർ പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ബൗളിലേക്ക് മാറ്റാം. ഇതൊരു ബൗളിലോട്ട് മാറ്റാം. സൂപ്പ് ബൗളുണ്ട്, അതിനകത്ത് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പൊ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ? തീർച്ചയായിട്ടും. ഓക്കെ, ചൂടാണ്. അടിപൊളി. ഇത് ചൂടോടെ തന്നെ കഴിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ചൂടോടെ തന്നെയാണ് സൂപ്പ് എല്ലാം കുടിക്കേണ്ടത്. ഓക്കെ, നല്ലൊരു സൂപ്പ്, ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. നന്നായിട്ടുണ്ട്. നല്ലൊരു കിടിലൻ സൂപ്പ്. എന്തായാലും നന്നായിരിക്കുന്നു.
അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയും ഇങ്ങനത്തെയുള്ള ട്രേഡ് സീക്രറ്റ്സ് ഒക്കെ ഇത്രയും വലിയൊരു ഫേമസ് റെസ്റ്റോറന്റ് പറഞ്ഞു തരാനൊക്കെ മടി കാണിക്കുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. വളരെയധികം സന്തോഷം. അപ്പോൾ ശരിക്കും ഇത് പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു ബോണസ് ആണ്. കാരണം ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ള ഒരുപാട് പേര് ഇത് കാണുന്നുണ്ടാവും. അവർക്കൊക്കെ ഇപ്പോൾ സന്തോഷമായി കാണും. ഫോക്കസിൽ നിന്നും ഇന്ന് എനിക്ക് വിട വാങ്ങാൻ സമയമായി. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. അയക്കേണ്ട വിലാസം focus123@gmail.com. വീണ്ടും മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി കാണാം. Until then, it's me, Sri, signing off. Tata. Hotel Joyce Palace Focus. This program is sponsored by ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്ക് തിരുവനന്തപുരം, Region Lake Palace Hotel, Neendakara, Kollam, Kerala. Samson and Sons, Builders and Developers, Trivandrum. Periyar Rice. Fantron, the future is on. Greeting Al Madina Group, door to freshness. Dwaraka Vegetarian Restaurant, Sharjah.